Hello, beautiful people. Welcome back to my YouTube channel. This is me, Farida. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ദിവസം പോലെ ആലോചിക്കുന്നതാണ് ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് ബ്ലോഗ്സ് ഒക്കെ ഇടണം എന്ന്, അല്ലെങ്കിൽ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. ബട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോ ഐ തോട്ട് ലൈക്ക് എനിക്ക് കുറച്ച് എസെൻഷ്യൽ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഐ തോട്ട് അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ആൻഡ് എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന എൻ്റെ തീർന്ന പ്രോഡക്ട്സ് ഒക്കെ ആട്ടോ. അപ്പൊ എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന ബ്രാൻഡുകൾ അല്ലാണ്ട് കുറച്ച് ന്യൂ ബ്രാൻഡ്സ് വാങ്ങിക്കാം, ട്രൈ ചെയ്യാം, എന്നിട്ട് അത് റിവ്യൂ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ റിവ്യൂ ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല, സാധനം ഇപ്പൊ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഐ തോട്ട് ലൈക്ക് ഒന്നിച്ച് നമുക്ക് അൺബോക്സ് ചെയ്താലോ ഒന്ന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. സോ ഇഫ് യു ഗൈസ് ആർ ന്യൂ ഹിയർ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്റെ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ എന്റെ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആർക്കിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിട്ട് മാറുന്നത്. സോ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഒരു 5-6 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ, അത്രയും പോലും ഉണ്ടാവില്ലായിരിക്കും. ഞാൻ നൈക്കയെന്നാണ് എല്ലാം വാങ്ങിച്ചത്. ആക്ച്വലി നൈക്കയെന്ന് എക്സ്ക്ലൂസീവ് നൈക്ക ഹോൾ എന്നൊന്നും വിചാരിച്ചല്ലായിരുന്നു. പക്ഷെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തപ്പിപ്പറക്കി വന്നപ്പോഴത്തേക്കും എല്ലാം തന്നെ നൈക്കയായി മാറി. അപ്പൊ അങ്ങനെ നൈക്കയുടെ 3 പാക്കേജസ് എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഒന്നിച്ച് ഇത് അൺബോക്സ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പെട്ടി ഐശ്വര്യമായിട്ട് തുറക്കാം. ഇതിൽ എന്താണ് എന്ന് നോക്കാം. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഈ കത്രികയും സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അങ്ങ് സ്പീഡിൽ കീറി പറിക്കണം. നമുക്ക് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആവില്ലേ? അപ്പൊ അതിങ്ങനെ കീറി പറിക്കുമ്പോഴാണ് എനിക്കുണ്ടോ ഇങ്ങനെ ഇതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ. ഓർഡർ ചെയ്ത സാധനം വന്നിട്ട് ഇങ്ങനെ പറിക്കും. അത് അവിടെ കിടക്കട്ടെ, നമുക്ക് ഇനി ക്ലീൻ ചെയ്യാം. ഓക്കെ, കിട്ടിപ്പോയി നമ്മുടെ 2 സാധനങ്ങൾ, ദിസ് ആൻഡ് ദിസ്. ഇത് ഈ പെട്ടിയിലെ 2 സാധനം കേട്ടോ ഉള്ളേ. ഫസ്റ്റ് തിങ്, ഓക്കെ ഫസ്റ്റ് ഓരോന്ന് കാണിക്കാം. ഫസ്റ്റത്തേത് ഫിറ്റ്മിയുടെ ഡ്യൂയി പ്ലസ് സ്മൂത്ത് എന്ന് പറയുന്ന ഒരു പ്രൈമർ ആണ്. ഞാൻ ഷുഗറിന്റെ പ്രൈമർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ തോട്ട് ഓഫ് ചേഞ്ചിങ്, അതായത് എനിക്കൊന്ന് നോക്കണം, ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാം യൂസ് ചെയ്യാത്ത തന്നെ പ്രോഡക്ട്സ് ആണ്, ഒരിക്കൽ പോലും ട്രൈ ചെയ്യാത്ത പ്രോഡക്ട്സ് ആണ് ഞാൻ ഇത്തവണ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മെബിലിൻ ഫിറ്റ്മിയുടെ പ്രൈമർ ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിന്റെ റേറ്റ് വാസ് അറൌണ്ട്, ഞാൻ റേറ്റ് ഓർക്കുന്നില്ല, ഞാൻ വേണി എല്ലാത്തിനെയും ലിങ്ക് ഇട്ടേക്കാം. അതുപോലെ തന്നെ വേണി ഡിസ്ക്രിപ്ഷനിൽ പ്രൈസസ് ആയത് ഞാൻ ഇട്ടേക്കാം കേട്ടോ. 619 ആണ് ഇതിൽ MRP കിടക്കുന്നത്. എനിക്ക് നൈക്കയിൽ നിന്ന് വന്നപ്പോൾ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ നേരെ ഇതിന്റെ പെട്ടിയിൽ തന്നെ ആക്കിയിട്ട് തിരിച്ചെടുത്ത് വെക്കാം. ഈ വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വെക്കാൻ ട്രൈ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്യാൻ പോവാണ്. ഞാനൊരു കുറെ നാളുകളായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും ഒരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്തിട്ടില്ല, സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടില്ല. ഹെയർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് ഞാനൊരു ചെറിയ പാക്കറ്റാണ് വാങ്ങിച്ചത്. ആൻഡ് വാങ്ങിച്ചത് ഫേസസ് കാനഡയുടെ. ഞാൻ ഇതെല്ലാം ഏറെക്കുറെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഫേസസ് കാനഡയുടെ ഇത് എത്രയാ, 50 ml, 50 ml വരുന്ന അൾട്ടിമേറ്റ് പ്രോ മേക്കപ്പ് ഫിക്സർ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, ഇതാണ് കുഞ്ഞിതാട്ടോ, 50 ml ഉള്ളൂ. അപ്പൊ നമ്മുടെ 2 സാധനങ്ങൾ കിട്ടി. ഓക്കെ, അതവിടെ ഫസ്റ്റ് പെട്ടിയിൽ ആകെ 2 സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പെട്ടിയിലേക്ക് പോകാം. അയ്യോ, ഇതിൽ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഇതിലൊന്നും ഇല്ലേ, എന്നെ പറ്റിച്ചോ? ഓക്കെ, സോ ഇതും നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുക. മറ്റതെന്താ ഇങ്ങനെ പൊതിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല, ഇത് പൊതിഞ്ഞിട്ടുണ്ട് ഗൈസ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരിച്ചെടുക്കുന്നു, ഞാൻ യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സ് ആണെന്ന്. നൈക്കയുടെ ഐ ഷാഡോ പാലറ്റ് ആണ്.
ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്, വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. എൻ്റെതിന്റെ എക്സ്പയറി ഏറെക്കുറെ തീരാറായിരുന്നു. അപ്പൊ അങ്ങനെ റീപ്ലേസ് ചെയ്തതാട്ടോ. എനിക്ക് തോന്നുന്നു ഒരു +1 മുതലൊക്കെ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ് ആണിത്, നൈക്കയുടെ. ഇതിൽ നിന്ന് ഇതുവരെയായിട്ട് ഞാൻ വിട്ടു പോയിട്ടുമില്ല. ആകെ എക്സ്പയർഡ് ആകുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത് ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് മൈ ഗോ ടു. ഇതിന്റെ തന്നെ ബ്രൗൺ പാലറ്റ് കിട്ടും, ബ്രൗൺ ഷെയ്ഡ്സ്, ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ഒരു പാലറ്റ് കിട്ടും. അതും അടിപൊളിയാണ്. നൈക്കയുടെ തന്നെ സെയിം രൂപത്തിൽ 2-3 പാലറ്റ്സ് അവൈലബിൾ ആണ്. അതും അടിപൊളിയാണ്. പിന്നെ കുറച്ചുകൂടി കളർഫുൾ ഒക്കെ കിട്ടും. കളർഫുൾ വേണം എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എന്റെ കണ്ണ് ബേസിക്കലി ഭയങ്കര ചെറുതാ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് മാത്രം അവിടെ ഇട്ടാലാണ് ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. ഇതിനെ നമുക്ക് നേരെ പെട്ടിയിലാക്കാം. അപ്പൊ ഇതാണ് കുലുങ്ങാണ്ടിരുന്നത്. ഇതെന്താ കുലുങ്ങാണ്ടിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പെട്ടി. അയ്യോ, ഇതെല്ലാം ഇൻസൈറ്റിന്റെ പ്രോഡക്ട്സ് ആണ്. ഞാൻ ഇതുവരെയായിട്ടും ഇൻസൈറ്റ് കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഭയങ്കര അഫോർഡബിൾ ആയിട്ട് 89-90 റുപ്പീസിനൊക്കെ ബ്ലഷസും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇൻസൈറ്റ്. അത്യാവശ്യം ഇപ്പൊ ട്രെൻഡിങ് ആണ്. ലൈക്ക് ഇത്ര അഫോർഡബിൾ ആവുന്നതും കൊണ്ട് ട്രെൻഡിങ് ആണ്. അപ്പൊ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ടെസ്റ്റ് ഓൺ ദിസ്. എനിക്ക് എന്നിൽ തന്നെ ഒരു ടെസ്റ്റ് ചെയ്യണം ഇത് വെച്ചിട്ട്. ഞാൻ നോർമലി എന്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു പ്രോഡക്ട്സും തന്നെ എന്റെ സ്കിന്നിന് സെറ്റ് ആവാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത്. ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഇത് സെറ്റ് ആവോ ഇല്ലയോ എന്ന് അറിയാം. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 മിനി ബ്ലഷസ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, 2 മിനി ബ്ലഷസ്, 1 ഇൻ ഷെയ്ഡ്. മറന്നുപോയി, ഷെയ്ഡ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഭയങ്കര ക്യൂട്ടാട്ടോ, ഭയങ്കര കുഞ്ഞു സാധനം. എനിക്ക് ഭയങ്കര കുഞ്ഞു സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടാണ്. യെസ്, ഇത് സോഫ്റ്റ് സാൽമൺ എന്ന് പറയും. ഇത് 3.5 ഗ്രാം ആട്ടോ വരുന്നത്. സോഫ്റ്റ് സാൽമൺ, ഭയങ്കര ഒരു പീച്ചി ഷെയ്ഡാണ്. പീച്ചി ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല പീച്ചി ആയിട്ടുള്ള, അതായത് നമ്മുടെ സാൽമൺ ഫിഷിന്റെ ഒക്കെ ആ ഒരു ഇൻസൈഡിലുള്ള കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളർ തന്നെയാണ്. അതുപോലെ അതിന്റെ നെക്സ്റ്റ് വൺ ഉണ്ട്, നോക്കട്ടെ. ഇത് നല്ല അടിപൊളി ഇടിവെട്ടായിട്ടിരിക്കുന്നുണ്ട്. സ്ട്രോബെറി ഡിപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വരുമ്പോ കുറച്ചുകൂടി ഇതിൽ വരുമ്പോ ഇതായിരിക്കും കുറച്ചുകൂടി ഭംഗിന്ന് തോന്നുന്നു. സ്ട്രോബെറി ഡിപ്പ്, 0.5 സ്ട്രോബെറി ഡിപ്പ്. ആൻഡ് ഇതും 3.5 ഗ്രാം ആണ്. ഇതിനെന്തോ 81 90 റുപ്പീസോ അങ്ങനെ എന്തോ ഉള്ളൂ. സ്കിന്നിലൊക്കെ ഇട്ട് നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ ഉള്ളത് ഇൻസൈറ്റിന്റെ തന്നെ 2 പാലറ്റ്സ് ആണ്. കൺസീലർ പാലറ്റ്സ് ആണ്. കൺസീൽ ചെയ്ത് കോണ്ടോർ ചെയ്യാനൊക്കെ പാകത്തിന്, കളർ കറക്റ്റ് ചെയ്യാൻ പാകത്തിന്, അങ്ങനത്തെ 2 പാലറ്റ്സ് ആണ്. ആക്ച്വലി ഞാൻ ഒരു പാലറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തായിരുന്നേ. എനിക്ക് തോന്നുന്നു ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാണ്ട് എന്തോ 2 ഓർഡർ ചെയ്താണ്. എനിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളത് ഇതായിരുന്നു. എനിക്ക് ഓറഞ്ച് കറക്റ്റർ വേണമായിരുന്നു. അപ്പൊ ഞാൻ കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ കുറച്ച് നാളുകളായിട്ട് എന്റെ സ്കിന്നിൽ കുറച്ചധികം, എന്റെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്ക് കുരുവൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പാടുകളൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാനൊരു ലൈഫിൽ ആദ്യമായിട്ട് കുരുവൊക്കെ വന്നതിന്റെ വിഷമത്തിൽ ഒരു കറക്റ്റർ വാങ്ങിച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് എന്റെ കറക്റ്റർ. ഇതായിരുന്നു എനിക്ക് വേണ്ട കറക്റ്റർ കേട്ടോ. ഓറഞ്ച്, ആ ഒരു ഗ്രീൻ, വയലറ്റ്, അങ്ങനെ എല്ലാ ഷെയ്ഡ്സും ഉള്ള ഒരു കറക്റ്റർ. എനിക്കിതെന്തോ കണ്ടപ്പോ ഓറഞ്ച് ഒന്ന് യൂസ് ചെയ്യാൻ തോന്നി. പിഗ്മെന്റഡ് ആട്ടോ, നല്ല പിഗ്മെന്റഡ് ആണ്. നല്ല പിഗ്മെന്റഡ് ആണ്. എനിക്ക് വയലറ്റ് വേണം. എന്തിനാ എനിക്ക് വയലറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, വയലറ്റും വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സാധനം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാട്ടോ എങ്ങനെ ഉണ്ടെന്ന്. കണ്ടിട്ടൊന്നും പറയാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. യൂസ് ചെയ്ത് എന്റെ സ്കിന്നിൽ സെറ്റ് ആവാണെങ്കിൽ ഞാൻ പറയും, അത്രേ. ഇതാണ് അടുത്ത പാലറ്റ്. ഇതിലും ഓറഞ്ച് കറക്റ്റർ ഉണ്ട്. പക്ഷെ മറ്റേ വയലറ്റ്, ഗ്രീൻ അങ്ങനത്തെ കളർഫുൾ കറക്റ്റർ അല്ല. ഇത് ആക്ച്വലി കോണ്ടൂർ ചെയ്യാൻ നല്ലതായിരിക്കും. എന്റെ സ്കിന്നിൽ കോണ്ടൂർ ചെയ്യാൻ പാകത്തിനുള്ള ഷെയ്ഡ്സ് ആണ് ഇതില്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത സാധനം. അടുത്ത സാധനം അല്ല, ദിസ് ഇസ് ആ ലാസ്റ്റ് പ്രോഡക്റ്റ്. വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു ആകെ 6 പ്രോഡക്ട്സ് എന്തോ ഉള്ളൂ. യെസ്, കറക്റ്റ് ആണ്. 6 അല്ലല്ലോ, 7 പ്രോഡക്ട്സ്. ആകെ 7 പ്രോഡക്ട്സ് ആണുള്ളൂ. ഒരു കുഞ്ഞു ഹോളായിരുന്നു.
ഞാൻ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇനിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് തരുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 and 7. Yeah, that was our haul. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ തരാം. സോ സ്റ്റേ ട്യൂൺഡ്. Don't forget to hit the subscribe button. So until next time, this is me, Farida, signing off.